ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണസ് കിച്ചൺ. നാടൻ മത്തി മുളകിട്ടതുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ല ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വെച്ചതാണ്. ഇനി ഞാൻ ഇതിനെ കത്തി കൊണ്ട് 2 സൈഡിലും വര കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ മസാലയൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് 2 സൈഡും വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം മത്തി ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. കാരണം ഇതൊക്കെ നമ്മൾ കറിയിൽ ഇടുന്നതാണ് ഓൾറെഡി. അപ്പോൾ മീനകത്ത് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ മീനിൻ്റെ മുട്ടിയൊക്കെ കറിയിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടി ചൂടായി കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഇടുന്നുള്ളൂ, അധികമായിട്ട് കയ്പടിക്കും. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉരലിട്ട് കുത്തിയെടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കട്ടെ. ജസ്റ്റ് ഒന്ന് മൂക്കുന്ന നേരം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മാത്രമേ ഞാൻ സവാള ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പം നമ്മൾ മീൻകറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കൂട്ടുന്നതാണ് ടേസ്റ്റ് കൂടി കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഒന്ന് കൂട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി കിട്ടുന്ന നേരം നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. കാരണം വെച്ചാൽ മൺചട്ടിയാണ്ട് ചൂട് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ചൂട് പിടിച്ചാൽ പിന്നെ ചൂട് തണിയാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ചൂട് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഉള്ളി കുറച്ച് സമയം എടുത്ത് വാട്ടിയെടുക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, ഞാൻ അരമൂറ് തക്കാളി ഉപയോഗിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ കുടംപുളി ഇട്ട് വെക്കുന്നതുകൊണ്ട്
കുറച്ച് പുളിയെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അരമുറി തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. മൂടി വെക്കാം. അപ്പോൾ നമുക്കിതിന് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മൂടി കണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഓൾറെഡി ഞാൻ മീനിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം മസാലയ്ക്ക് നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തേന് കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം ഓൾറെഡി എല്ലാം നമ്മൾ ചേർത്താണ് കേട്ടോ. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ മസാലയ്ക്കെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന് ഇതേ മുളക് പൊടി ചേർക്കാണ്. മുളക് പൊടി വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം വെച്ചാൽ എരിവ് അധികം വേണ്ട. നമ്മൾ ഓൾറെഡി പച്ചമുളകും മീനൊക്കെ മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടി. പിന്നെ 1 സ്പൂൺ ഫിഷ് മസാല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. കാശ്മീരിയാണ്, പ്രത്യേകിച്ച് പറയുകയാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഫിഷ് മസാലയും നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതിലേക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുടംപുളി ഒഴിക്കുകയാണ്. അപ്പോൾ കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ കുടംപുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നേരത്തെ മസാലയൊക്കെ പെരക്കി വെച്ച് മീൻ ഇട്ട് കൊടുക്കുകയാണ്. മസാലയുടെ മീനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ മീനിൽ കയറേണ്ട രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മീനൊക്കെ നമ്മൾ മസാലയൊക്കെ പെരക്കി വെച്ച് അതേ പാത്രത്തിന് ഞാൻ കുറച്ച് കുടംപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ അകത്ത് കുറേ മസാലയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മീനിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം മീൻ വേണ്ട പാകത്തിന് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അധികം ഇളക്കണ്ട, കാരണം മീനൊക്കെ പൊട്ടിയൊക്കെ മുറിഞ്ഞൊക്കെ പോവും. അതിനനുസരിച്ച് വേണം നമ്മളിൻ്റെ അകത്തേക്ക്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പുണ്ടോ നോക്കുകയാണ്. കാരണം വെച്ചാൽ ഉപ്പ് ഇതും കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പാരും ചേർക്കേണ്ടി വരും. പിന്നെ അത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം മീനൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി ഇളക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇളക്കി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ. നമുക്കതോട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റണം. നമുക്ക് അധികം വെള്ളം വേണ്ട ഇതിലേക്ക്. അതിനനുസരിച്ച് വേണം നമ്മളുടെ അകത്തേക്ക് ഒന്ന് ഇതാക്കി കൊടുക്കാൻ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം മീനൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് തീ ഓഫ് ചെയ്താണ്. അപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് കെട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് തന്നെ തിള നിൽക്കില്ല. കുറച്ചും കൂടി വറ്റി അതിൽ തന്നെ കിടന്നാണ്. പിന്നെ വരെ ഞാൻ ജസ്റ്റ് ഒരു കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.